പിന്നെ ഇവരുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സെൽഫ് ഗൈഡഡ് ടൂർസ് അവൈലബിൾ, വിസിറ്റ് അവർ വെബ്സൈറ്റ് ഷെഡ്യൂൾ ഇയേഴ്സ്. ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂർ ഷെഡ്യൂൾ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ.
അതിപ്പോൾ ലെഗസെൻറ്റ് പറക്കില്ല ഓപ്പൺ ഏരിയ ഗ്രില്ലിംഗ് സെൻ്ററാണിത്. അവിടെ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഇതും അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഹോട്ട് ആഷ് ഉള്ളി പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഗ്രില്ലിങ്. കോയോട്ട് പ്രൊപ്പൈൻ ഗ്യാസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് കത്തിയത്. ഇത് സ്റ്റൗ പോലെ തന്നെ. ഇത് ഓൺ ഓഫ്. ഇവിടെ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. സ്റ്റൗ ആണ് ബേസിക്കലി. ഇവിടെ അടിയിൽ പ്രൊപ്പൈൻ ഗ്യാസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ഗ്രില്ലിങ്. ഇതും ഗ്രില്ല് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഇത് നമുക്ക് ഡിവൈസല്ല, ഒരു യൂട്ടിലിറ്റി. ഇത് നമുക്കിങ്ങനെ തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഈ ചാർക്കോളൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്യാം. അതാണ് അതിൻ്റെ ഐഡിയ. നമ്മളിപ്പോൾ ലിഞ്ചബർഗിലെ ലെഗസി ലിൻഡൻ പാർക്ക് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവരുടെ ഒരു ഫെസിലിറ്റിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോറേജ് ഫെസിലിറ്റി ഓർ സ്റ്റോറേജ് കം ഗാരേജ് ഫെസിലിറ്റിയാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ റെസിഡൻസിന് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ സ്റ്റോറേജ് കിട്ടും. ഞാൻ അടുത്ത് നിന്നിട്ട് കാണിക്കാം. ഇതാണ് ആ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോറേജ് ആൻഡ് ഗ്യാരേജ് ഫെസിലിറ്റി അവൈലബിൾ എൻഗറേറ്റ് ലീസിംഗ് ഓഫീസ്. എക്സ്ട്രാ കൂടി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ തരുന്നതാണ്. ഓക്കെ, ഇത് ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിലുള്ള പെറ്റ് പാർക്കാണ്. ഈ പട്ടി കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. ആണ് ഇതിൻ്റെ അകത്ത് എഴുതി തരും. പിന്നെ ഇത് പെറ്റ് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ്. ഡോഗി പോട്ട്. പിന്നുള്ളത് പെറ്റ് പാർക്കിൻ്റെ റൂൾസാണ് എഴുതി വെച്ചത്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് ഈ ലെഗസി അറ്റ് ലിൻഡൻ പാർക്ക് അപ്പാർട്ട്മെൻറ്റ് സ്യൂട്ടിലെ ട്രാഷ് ഫെസിലിറ്റി. അപ്പോൾ അവർ കുറച്ച് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് റൂൾസായിട്ട് അവർ പറയണത്. റെസിഡൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ യൂസ് കോമ്പാക്ട് ടു യുവർ ഓൺ റിസ്ക്. പിന്നെ ഡു നോട്ട് ക്ലൈംബ് ഇൻ ഓർ റൗണ്ട് കോമ്പാക്ട് ഓർ ഫെൻസ്.
ടോക്സിക് മെറ്റീരിയലൊന്നും ചെറുതൊന്നും ഇങ്ങനെ കുറച്ച് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെഗസി അറ്റ് ലിൻഡൻ പാർക്ക് അപ്പാർട്ട്മെൻറ്റ് സ്യൂട്ടിലാണ്. അപ്പോൾ അവിടുത്തെ പൂളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ പൂളിൻ്റെ റൂൾസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് റൂൾസ്. സ്പിറ്റിംഗ് ഒന്നും അവിടെ അല്ല, ഓർ ബ്ലോയിങ് നോസ്, പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എല്ലാം ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പിന്നെ ടൈമിങ്സ്. ഇതാണ് പൂള്. ലൈഫ് ഗാർഡ് ഓൺ ഡ്യൂട്ടി, സ്വിം അറ്റ് യുവർ ഓൺ റിസ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ഷാലോ വാട്ടർ, നോ ഡൈവിങ് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഷാലോ വാട്ടർ നോ ഡൈവിങ്. പിന്നുള്ളത് ഇവിടെ ഡെപ്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 feet ആണ്. ഇവിടെ 4 feet. ഇവിടെ വരുമ്പോൾ 5 feet. അപ്പോൾ മൊത്തത്തിൽ 5, ഏറ്റവും കൂടിയത് 5 feet ആണ്. ഇതാണ് പൂള്. ഇരിക്കാനുള്ള കുറേ കസേരയുണ്ട്. പിന്നെ ഇതും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിലാണ്. അപ്പോൾ അവിടുത്തെ ക്ലോത്ത് വാഷിംഗ് സെൻ്ററാണത്. അതിൻ്റെ അകത്ത് കയറി ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കോയിൻ ഡിസ്പെൻസറാണ്. നമ്മളിന്ന് $1 ഇട്ടു. ഇനി അത് കോയിനായിട്ട് വരുമെന്ന് നോക്കാം. ഇപ്പോൾ കോയിനായിട്ട് വന്നു. ഇങ്ങനെയാണ് കോയിൻ ഡിസ്പെൻസർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ ലോണ്ടറി സെൻ്ററാണ്. അപ്പോൾ ഇവിടുത്തെ വാഷിംഗ് മെഷീൻസ് ഇതൊക്കെയാണ്. വാഷിംഗ് മെഷീൻസ് ഇതെന്താ മെയ്ടാക് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ അത് കോയിൻ ലോണ്ടറിയാണ്. $1.75 ഇട്ടാൽ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പവർ വാഷ്, നോർമൽ, ഡെലിക്കേറ്റ്സ്, പിന്നെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് കോയിൻ നമ്മൾ ഇടണം. പിന്നെ ഇത് സോപ്പ്, ബ്ലീച്ച്, സോഫ്റ്റ്നെസ്. ഈ നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിറ്റർജൻറ്റ്, ഡ്രൈ എയർ ഷീറ്റ്, ബ്ലീച്ച്. കോയിൻ ഉണ്ട് ഇവിടെയാണ്. പിന്നെ ഇത് കോയിൻ ഡിസ്പെൻസറാണ്. $1 ഇട്ട് കഴിഞ്ഞാൽ കോയിൻ കിട്ടും. അതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ലോണ്ടറി റൂം, ഗുഡ് കർമ്മ അറിഞ്ഞ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ സൈഡിൽ 1, 2, 4 മെഷീൻസ് ഉണ്ട്. അതുപോലെ ഇപ്പറേ സൈഡിലും 4 മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിലെ ലോണ്ടറി റൂം. ഇത് ഡ്രയറാണ് ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിൽ.
അപ്പോൾ ഹെവി ഡ്യൂട്ടി സൈക്കിൾസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈസ് $1.25. ഇവിടെ കോയിൻ ഇടണം, ഇവിടെ ക്ലോത്ത് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് കോയിന് ഇട്ട് നോക്കാം. ഇത് 1.5 ആയി, 1.25 ആയി. നമ്മൾ സൈക്കിൾ സെലക്ട് ചെയ്യണം. ഈ 56 മിനിറ്റ് എടുക്കും ഇത് ട്രൈ ചെയ്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഡ്രയർ 57 മിനിറ്റ് കഴിഞ്ഞു. 0 മിനിറ്റ്സ് നോർമൽ. നമുക്കിനി തുറന്ന് തുണിയെടുക്കാം ഡ്രൈ ആയ. ഇവിടുന്നാണ് എടുക്കാം. അപ്പോൾ നമ്മൾ ലെഗസി ലിൻ്റെ പുറകിൽ ജിമ്മിലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ്. ട്രെയിനിങ് പോളേഴ്സ്, പെഡലിംഗ് ഡിവൈസാണ്. ഇതൊരു പെഡലിംഗ് ഡിവൈസാണ്. ഇത് അറിയാമല്ലോ, ട്രെഡ്മില്ല് വർക്കൗട്ട് സ്പിരിറ്റ് ഉള്ള സംഭവമാണ്. ഇതും ട്രെഡ്മില്ലാണ്. അപ്പോൾ മൊത്തം 3 ട്രെഡ്മിലും 2 സൈക്ലിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇത് വെയിറ്റ് എടുക്കണം. ഇതാണ് ഇതുണ്ട്. പിന്നെ ഇത് ഡംബൽസ് ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം തന്നെ വോയിസ് എന്നും പറഞ്ഞിട്ട് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്പർ ബോഡി എക്സസൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടൽ ഡെൽറ്റ്, ലാറ്ററൽ ഡെൽറ്റ്, പുൾ ഡൗൺ. പിന്നെ പിന്നെ ഒരു ഡിവൈസ് ഉണ്ട്, ടോപ്പ് റൈസ് പറയുന്നുണ്ട്, ലെഗ് പ്രസ്. പിന്നെ ഇത് സൈക്ലിംഗ് ഡിവൈസാണ്, സൈക്കിള്. പിന്നെ ഇത് ലെഗ് എക്സ്റ്റൻഷൻ ഹാംസ്ട്രിങ്ങുകൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയില്ല. ഇത് ഔട്ടർ തൈ, ഇന്നർ തൈ എന്ന് പറയും. സ്ട്രെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ചാർട്ട്സ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് എക്സസൈസ്, ബോൾസ്.
പിന്നെ ഇതെന്താണെന്ന് ഇല്ല അറിയില്ല. മൾട്ടി പ്രസ് എന്നാണ് പറഞ്ഞത്. ബൈസെപ്സ് കേൾ, ട്രൈസെപ്സ് പുഷ് ഡൗൺ, ബൈസെപ്സ് കേൾ. fitness.com. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രോ ഇത് അബ്ഡോമിനൽ ക്രഞ്ച്. അബ്ഡോമിനൽ ക്രഞ്ചിനെ പറ്റി പറയുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യണം. ലെഗസി ലിൻഡൻ പാർക്കിൽ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അവിടെ ബിസിനസ് സെൻ്ററാണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി പോകാം. അപ്പോൾ ഇതാണ് ബിസിനസ് സെൻറ്റർ. ഇത് പണ്ടത്തെ കൺസെപ്റ്റാണ്. ഇവിടെ ഒരു 1 2 3 കമ്പ്യൂട്ടറുണ്ട്. ഇവിടെ ഡെല്ലിൻ്റെ കമ്പ്യൂട്ടറാണ്. അല്ല, ഡെല്ലിൻ്റെ മോണ്ടാണ്. പി സി എവിടെ വെച്ചേക്കണ ഈ ടെർമിനൽസാണ് പറഞ്ഞോളൂ കേട്ടോ. മൂന്ന് ടെർമിനൽ വെച്ചിട്ടുണ്ട്. വൺ പി സി ആണോ നോക്കേണ്ടി വരും. അല്ല, മോണിറ്ററേ ഉള്ളൂ. പി സി ഇതെനിക്ക് തോന്നുന്നു ടെർമിനലാണ്. അത് എവിടെയോ കണക്ട് ചെയ്ത പി സി. പിന്നെ ഒരു ബ്രദറിൻ്റെ പ്രിൻ്റർ വരുന്നുണ്ട്. മോഡൽ ചെയ്തിരിക്കുന്നത് DC ആണ്. അതിൻ്റെ മോഡൽ നമ്പർ എന്താണ്? മോഡൽ നമ്പർ ബിസിനസ് സെൻ്റർ റൂൾസ് അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റൂൾസ്. അത്രയേ ഉള്ളൂ ബിസിനസ് സെൻ്റർ ഉണ്ട്. ഇത് ലെഗസി അറ്റ് ലിൻഡൻ പാർക്കിൽ കോഫി വെൻഡിങ് മെഷീനാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന 11 മണി കോഫി ഉണ്ടാക്കി കഴിക്കാം. ഇതൊക്കെയാണ് അവിടെ. ചായ് സ്പൈസ് എന്താണ്? പൈക്ക് പാലസ് ജാർ ഡസ്റ്റിൻ്റെ ചായ കപ്പിയാന്ന് തോന്നുന്നു. ഓൾട്ര കോഫി, പിന്നെ ബ്രൈറ്റ് ടീ ഇതൊക്കെയാണ്. ഇവിടെ കോഫി മേറ്റ് ഗ്ലാസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കോഫി ടൈം ഇതൊക്കെയാണ് ഇപ്പോൾ റൂൾസായിട്ട് എഴുതിയത്. ഓക്കെ, ഇത് മൈക്രോവേവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരു ടീ വെൻഡിങ് മെഷീനാണ്. ഫ്ലാവിയ ക്രിയേഷൻ 600 ഹോട്ട് ഡ്രിങ്ക് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളാ ചായ ഉണ്ടാക്കണം. വെൻഡില്ല, ചായ നമ്മളങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ചായ ഉണ്ടാക്കാൻ നല്ല ആവശ്യമൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മളിവിടെ നിന്ന് ചായ് സ്പൈസ് എന്നിട്ട് ബ്രൈറ്റ് അതിലിങ്ങനെ ചായപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷൻ ഉണ്ട് ടച്ച് ടു ഇൻസേർട്ട് പാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ടീ ലാറ്റ് സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കും പാക്ക് 1 of 2
ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യണം ഇവിടെ. ഇൻസേർട്ട് ഫ്രൂത്ത് ഉണ്ട്. അപ്പോൾ ഫോർത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നു, എന്താ സിമ്പിളായിട്ട്. അപ്പോൾ ഈ കമ്പാറ്റബിൾ ഡ്രിങ്ക്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള ടീ ഉണ്ട്. അപ്പോൾ നമ്മൾ ടീ സെലക്ട് ചെയ്ത്, അപ്പോൾ 7 ounce, 3 ounce, 5 ounce ഡ്രിങ്ക് സൈസ് അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു 7 ounce ആണ് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഇവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ബട്ടൺ അടിക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും, ബ്രിങ് ബ്രൈറ്റ് ടീ സ്പൈസ്. അപ്പോൾ ചായ ഉണ്ടായി തുടങ്ങി. ചായ ഇപ്പം ഡിസ്പെൻസ് ചെയ്യും. ചായ ഉണ്ടായി കഴിയും. അപ്പോൾ ചായ റെഡിയായി. ഇപ്പം ചായ ഇവിടെ ഒന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയില്ല. നമ്മളൊരു 0 കലോറി സ്വീറ്റ്നർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുക്കാം. അല്ലെങ്കിൽ സ്വീറ്റ്നർ ഫ്രം സ്റ്റീവിയ ഏത് വേണമെങ്കിലും എടുക്കാം. തൽക്കാലം നമ്മൾ ഇതെടുത്ത് സ്റ്റീവിയയുടെ സ്വീറ്റ്നർ ഫ്രം സ്റ്റീവിയ ഇതൊക്കെ ഇടാം. ഇത് കലക്കി കുടിക്കാവുന്നതാണ്. നമ്മുടെ മസാല ചായ റെഡിയായി.